സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി ടാബ് A9 പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി ടാബ് A9 പ്ലസ് എന്ന ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. wqxga ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. LCD പാനലാണ് ഈ ടാബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ ഈ ഒരു ടാബിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ടാബിന്റെ വെയിറ്റ് വരുന്നത് 510 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.9 mm ആണ്. പിന്നെ ഈ ടാബിന്റെ ഡാർക്ക് ബ്ലൂ, ഗ്രേ, സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബ് 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ടാബുകളുടെ കാര്യത്തിൽ ഇത് മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാബുകളുടെ കാര്യത്തിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ കോമ്പറ്റീഷനായിട്ട് വരുന്ന റിയൽമി പാഡ് എക്സ് എന്ന ടാബിലും ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും മികച്ചൊരു പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 8GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 4GB റാമും 64GB ഇന്റേണലാണ് കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. AKG ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ഈ ടാബിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7040 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ചാർജിങ് സ്പീഡ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായേനെ, എന്നാലും വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ ടാബിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. ഇതിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. ഇതിൽ 4GB റാമും 64GB ഇന്റേണലുമാണ് വരുന്നത്. പിന്നെ SBIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഒക്ടോബർ 18 മുതലാണ് ഈ ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി ടാബ് A9 എന്ന ടാബിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസ്സർ, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സ് ആവറേജ് ആയിട്ടുള്ള തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു ടാബ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതായിരിക്കും മികച്ച ഒരു ഓപ്ഷൻ. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.